അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവരും പോയി, എല്ലാവരല്ല, ഉപ്പയും ഉമ്മയും അജ്ജും ചേച്ചി പോയി അസ്സിൻ്റെ പെങ്ങളെ പുറക്ക്. എന്നെ വിളിച്ചിന് നീ ബാച്ചിട്ട് ഒറ്റയ്ക്ക് നിൽക്കേണ്ട. ഇപ്പോൾ ഹസ്ബൻഡ് അനിയനുണ്ട്, ഓറും പോയി ഇപ്പോൾ പണിക്ക് പുറത്തേക്ക്. ഓനും ചെല്ലി നീ ഓരൊക്കെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട. അപ്പോൾ ഞാൻ ഓനോട് ചോദിച്ച് നമുക്ക് വേറെ പോരായെങ്കിൽ നീ സെർവൻറ്റിനെ നിൽപ്പിക്കോ, ഒറ്റയ്ക്ക് നിന്നിട്ട് പഠിക്കണല്ലേ. അപ്പോൾ ഓനക്കെല്ലാം മനസ്സിലായി. ഓന് പിന്നെ കുറേ നിർബന്ധിച്ചിട്ട് കുറച്ച് നേരം 12 മണിയോളം ഉണ്ടാകും എൻ്റെ അടുത്ത്. ഞാൻ വിചാരിക്കുന്ന പോലെ മൊത്തം ക്ലീൻ ആക്കാനും ഇന്നാളെ ഇരിക്കുന്ന ജനലൊക്കെ തോർത്തണം, സോഫെല്ലാം അടിച്ച് വാരണം, അങ്ങനെയൊക്കെ കുറേ വിചാരിക്കുന്നു. മടിയിൽ അങ്ങനെ ബാക്കിയായി. പിന്നെ അങ്ങനെ അറിയാൻ പോവാത്ത, പിന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ക്ലിയർ ആക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ നടന്നുകൊണ്ടും. പിന്നെ പിള്ളേരുണ്ടെങ്കിൽ ചെല്ലേ വേണ്ട, ഓരോരുത്ത് നിൽക്കണം, ഓർ ചെല്ല പോലെ കേൾക്കണം, ഓരോരുത്തൊരു നമ്മളെ കണ്ണ ഓരോരുത്ത് വേണമല്ലേ. അങ്ങനെ ഞാൻ ആരാ പോവാത്ത. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലേ. അപ്പോൾ ലൈക്ക് ഇടാത്തവർ ഇപ്പം തന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയ ആൾക്കാർ കാണാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബാക്കിൽ സൗണ്ട് കേൾക്കും, ഇവിടെ പോരെ എന്ത് ശരിയാക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ്, പ്ലീസ് ക്ഷമിക്കണേ. നമുക്ക് തുടങ്ങാം. എങ്ങനെ തുടങ്ങാം, ഏതൊന്ന് സ്റ്റാർട്ടാവും എന്തോ അറിയില്ല. എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ലിവിങ് റൂമിൽ നിന്ന് വന്ന് ഫസ്റ്റ് ആടുന്ന് തുടങ്ങി. ഈ നോമ്പൊക്കെ എന്തോ ക്ലീൻ ആക്കിയത് നമ്മ എല്ലാവരും ഒക്കെ നിന്നിട്ട് ഇത് ക്ലീൻ ആക്കാതെ കുറേ അത് അങ്ങനെ പൊടിയുണ്ടായി, കുറേ പൊടിയുണ്ട്. അങ്ങനെ പെട്ടെന്ന് പൊടി വരുന്ന ജസ്റ്റ് ഫോൺ വെച്ചിട്ട് ജസ്റ്റ് കിച്ചണിൽ പോയിട്ട് വരുമ്പോൾ ഫോണിൻ്റെ ഇട ഫുള്ള് ധൂള് പോലെ. ധൂളു മീൻസ് പൊടി ഞാൻ ചെല്ലിയത് ധൂള് എന്ന് മനസ്സിലായില്ലല്ലേ. ഉമ്മ അടുപ്പിൽ ചോറ് വെച്ചിട്ട് പോയിന്. ഫസ്റ്റ് ഞാൻ നിൽക്കുന്നു വിചാരിച്ചിന്. പിന്നെ എല്ലാവരും പോകുന്ന ചില്ലല്ലേ. അപ്പം ഉമ്മച്ചില്ല എൻ്റെ ഒക്കത്തെ വാ, ഒറ്റയ്ക്ക് നിൽക്കേണ്ടാന്ന്. പിന്നെ ഞാൻ പോയിട്ടല്ലേ. പിന്നെ ഉമ്മ അടുപ്പെന്ന് കീച്ച് വന്നിട്ടായിട്ട് തിളപ്പിക്കാം. എന്നിട്ട് ഞാൻ എന്താക്കി, ഉമ്മച്ചില്ല ഇനി ഗ്യാസിൽ വെച്ചു. നീ എനിക്ക് അടുപ്പിൽ വെക്കാൻ എന്തോ അറിയുന്നില്ല, ചോറ് അടുപ്പിൽ നോക്കാൻ പോലും എനിക്ക് അറിയുന്നില്ല ചോറ് വെച്ചങ്ങ. ഉമ്മ വൈക്ക് എടുത്തിട്ട് താഴെ വെച്ച്. എന്നിട്ട് ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് വന്നത് ഇടയ്ക്ക് വൃത്തിയാക്കാം. ഫുഡ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടത്, ഓരെല്ലാവരും പോയി. ഞങ്ങൾക്ക് മാത്രം ഉമ്മ ഫുഡ് വെക്കുമ്പോൾ എല്ലാവർക്കും വെച്ചിന്, എല്ലാവരും ഉണ്ട് വിചാരിച്ചിന്. എന്നിട്ട് ഇപ്പം അങ്ങനെ ആയല്ലോ, ഞാൻ ഒറ്റയ്ക്ക് വീട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫിഷെല്ലാം മുറിച്ചിട്ട് വന്ന് ഫിഷ് എന്ത് തൊടാൻ പോലും കഴിയുന്നില്ല. കയ്യിൽ ഭയങ്കര ജാർന്ന പോലെ. ജാർന്ന വെച്ചില്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയണം, ജാർന്നന കയ്യിൽ നിന്ന് എന്നെ വീഴുന്നു. പിന്നെ ഇങ്ങനെ എല്ലാം മുറിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉമ്മൻ്റെ ഒക്കെ തന്നെ പോവട്ടി. ഫിഷെല്ലാം മുറിക്കുമ്പോൾ കയ്യിൽ നിന്ന് നിൽക്കുന്ന പോലില്ല. ഉമ്മനെയാണ് ഫിഷെല്ലാം മുറിക്കുന്നത്, ഞാൻ ഇടയ്ക്ക് മാത്രം മുറിക്കുന്നത്. നങ്ക് മീനാണ്, അറിയുമല്ലോ നങ്ക്. ഓരോരിക്കും നങ്ക് മീൻ മുറിക്കുമ്പോൾ ജാർന്ന് പോലില്ല. ഇതെന്തെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ മീൻ എന്തിങ്ങനെ ജാർന്ന് നമുക്ക് മുറിക്കാൻ കഴിയുന്നില്ലല്ലേ. അപ്പോൾ ഹസ്ബൻഡ് ചെല്ലും നല്ല ഫ്രഷ് മീൻ അങ്ങനെ ഇത് മുറിക്കാൻ കഴിയാത്ത ഫ്രഷ് മീൻ അങ്ങനെ കയ്യിൽ നിന്ന് ജാർന്ന്. ഉമ്മൻ്റെ ചെല്ലിന് എന്തിൽ കറി എന്ത് നീ വെക്കണ്ട, നീ 12 മണിയാകുമ്പോൾ വന്നങ്ങായി, ഓർ 12 മണിയാകുമ്പോൾ പോകുന്നതല്ലേ, നീ ഓരക്കത്തെ വന്നങ്ങായി, നീ ഓർ കൊണ്ടാക്കിയിട്ട് ഓർ പോവാറി. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. നമ്മൾ കുറേ ചെല്ലും ഒറ്റയ്ക്ക് നിൽക്കേണ്ട, പിന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കണല്ലേ, അങ്ങനെയെല്ലാം വിചാരിച്ചു. അങ്ങനെ ഫിഷെല്ലാം മുറിച്ച് കല്ലിട്ട് ചോറും ഗ്യാസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വന്നത്. അങ്ങനെ തുടങ്ങിക്കൊണ്ടുണ്ട്, തോർത്തിക്കൊണ്ടും കുറേ ഉണ്ടാവും. ഇത് 3ാമത്തെ തുണി ഞാൻ തോർത്തുന്നത്, കൈകിട്ട് 2ാമത്തെ 3ാമത്തെ ഒക്കെ തോർത്തിക്കൊണ്ടിങ്ങനെ. നമ്മൾ ക്ലീനിങ് പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ ക്ലീനിങ്ങിൽ മാത്രം ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ കിച്ചണിലില്ലേ, കിച്ചൺ പണി എടുക്കാൻ കഴിയില്ല. അത് 2 ശ്രദ്ധ പോകണം, ഇതിലേക്കും ശ്രദ്ധിക്കണം ഇതിലേക്കും ശ്രദ്ധിക്കണം അല്ലേ. അങ്ങനെ ഇത് എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ചെയ്തത്. കുറച്ച് വീഡിയോയും കിട്ടുമല്ലോ. കാര്യം ചെയ്യുന്ന മുന്നേ എല്ലാവരും ഒക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിയോണ്ടായി. ഞങ്ങൾക്ക് 4 സിസ്റ്ററെല്ലാം അറിയുമല്ലോ, കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒക്കെ നിന്നിട്ട് ഇങ്ങനെ വൃത്തിയായിക്കോണം. അപ്പം ഉമ്മ എന്താക്കുന്നത്, ഫസ്റ്റ് ഫ്രിഡ്ജിൽ ജ്യൂസ് റെഡിയാക്കിയിട്ട് വെക്കുന്നു. എന്നിട്ട് ക്ഷീണാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കല്ലേ. എന്നിട്ട് സിമ്പിൾ കറിയാക്കിയിട്ട് രാവിലെ തന്നെ സിമ്പിൾ കറിയാക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പണിയെടുക്കുന്ന പണി അങ്ങനെ ഉണ്ടായി. നമുക്ക് അതെല്ലാം ഓർമ്മ വന്നിങ്ങനെ പണിയെടുക്കുമ്പോഴല്ലോ. ഇപ്പം ഉമ്മക്കും കഴിയുന്നില്ല, നമുക്ക് ഇപ്പോഴേ കഴിയുന്നില്ല, ഇപ്പം ഉമ്മക്കും കഴിയുന്നില്ല. ഇപ്പം ഉമ്മ പണിയെടുക്കുന്നത് കുറച്ച് സൈഡ്, ഒരിക്കൽ ജനൽ മാത്രം തോർത്തും, ഒരിക്കൽ ഫാന് മാത്രം തോർത്തും, അങ്ങനെ കുറച്ചായിട്ട് എടുക്കുമ്പോൾ ഓരോരോ ആഴ്ചയിൽ ഓരോന്ന് അങ്ങനെ പോലെ. ഇപ്പോൾ ഉമ്മ അങ്ങനെ ക്ലീനിങ് ചെയ്യുന്നത്. ഇത് മാറിപ്പോന്നോ തോന്നുന്നു. പിന്നെ ഇങ്ങനത്തെ കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. ഇങ്ങനെ വീട്ടു കാര്യങ്ങൾ പറയുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കമൻറ്റിൽ പറയണേ. അപ്പോൾ
അങ്ങനെ ലിവിങ് റൂമെല്ലാം വൃത്തിയാക്കിയിട്ടെല്ലാം പിന്നെ നേരെ ഡൈനിങ് റൂമിലേക്ക് എല്ലാവരും ഫസ്റ്റ് എന്ത് സാധനം കൊണ്ടുവന്നിട്ട് വെക്കുന്നിടം ഡൈനിങ് റൂമിൽ എന്തായാലും പിള്ളേരായെങ്കിൽ വലിയവരായെങ്കിൽ ഫസ്റ്റ് പോയിട്ട് ഡൈനിങ് ടേബിളിലല്ലേ വെക്കുന്നത് എന്ത് കിട്ടിയെങ്കിൽ പിന്നെ എപ്പോഴത്തെ റിമോട്ട് പോലും ഉണ്ട് കാണുന്നതായ പിന്നെ നമ്മൾ നേരെ വാഷ് ബേസിനടുക്ക് എത്തി ഇത് ഡെയിലി ആഴ്ചയിലും കഴുകിക്കോണ്ടി എല്ലാം യൂസ് ആക്കുന്നതല്ലേ എപ്പോഴും കഴുകിക്കൊണ്ടല്ല അപ്പോൾ എന്തായാലും ആഴ്ചയിലൊരിക്കൽ കഴുകണമല്ലോ അതിൽ അത്ര കച്ചറൊന്നുമില്ല ഓരോർക്ക് ഇരിക്കുന്നത് പിള്ളേരെല്ലാം സ്കെച്ചെല്ലാം ആക്കിയിട്ടിടാറുണ്ട് ഓരോരിക്ക കച്ചറ ഓവറായിട്ടിരിക്കും പിന്നെ ആഴ്ചയിൽ കഴുകാറുണ്ടല്ലേ പിന്നെ ഡൈനിങ് ടേബിളും കസാരെല്ലാം ഒക്കെ തോർത്തിട്ടായി അതിനിടയിൽ കിച്ചൻ്റെ പണി നടക്കുന്നുണ്ട് ഇതെനിക്ക് കണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് കൊണ്ടുവരുമ്പോൾ കൂട്ടൻ്റെ ഉള്ളിൽ എല്ലാം മീത്തണം ഇത് ഉള്ളിലുണ്ടായി അപ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടാണ് ഈ പണീൻ്റെ ഇടയിൽ ഈ കിച്ചൺ കണ്ടിട്ട് നിങ്ങൾ എന്താക്കണ്ട ഞാൻ ചെല്ലിയല്ല ഞാൻ ക്ലീനിങ്ങിൻ്റെ പണീൻ്റെ ഇടയിൽ ഈ പണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ അപ്പുറം ഇപ്പുറം എന്തെല്ലാം കാണുന്നുണ്ടാവും ക്ഷമിക്കാൻ ചോറും ആ അടുപ്പിൽ വെച്ചിട്ടുണ്ടാകും പിന്നെ ഞാൻ ഗ്യാസിൽ വെച്ചെന്ന് പറഞ്ഞല്ലേ ഫസ്റ്റ് ഞാൻ എന്നിട്ട് അതങ്ങ് ബാർക്കാൻ അറിയുന്നില്ല എനിക്ക് ബാർക്കാൻ അറിയാം പിന്നെ എന്നെ കാലും പേടി ഓർക്ക് ഞാൻ ബാർത്തിട്ട് എൻ്റെ കൈക്ക് കൊള്ളോ ഉമ്മക്കും ഹസ്ബൻഡിക്കും ഭയങ്കര പേടി ഞാൻ ബാർക്കുമ്പോൾ എന്നിട്ട് കൂടെ ഹസ്ബൻഡ് ഉണ്ടാകുന്നല്ലേ ശരിയല്ല 12 മണിയോളം ഇരിക്കും അപ്പൊക്കാകുമ്പോൾ നമുക്ക് 12 മണിയാകുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടാണ് ആ ടൈമിൽ ചെല്ലുക നീ ചോറ് വെച്ചിട്ട് പോവാ നീ ഇടയിൽ പോകണ്ട വെച്ചിട്ട് പോയിക്കോ അപ്പോൾ ചെല്ലി നോക്കോ ഓർ വിളിക്കോ നീ ട്രിപ്പ് പോകാനുണ്ട് 2 ആൾക്കും പോകാനുണ്ട് ട്രിപ്പ് ഓർ വിളിക്കും എൻ്റെ ഇടയിലേക്ക് പോകണം പിന്നെ ചെല്ലിയ കുറേ നിർബന്ധിച്ച് ചോറ് വെച്ചിട്ട് ചോറായിട്ടായല്ലോ പിന്നെ ചോറ് വയ്ക്കാതെ പോകുന്നുണ്ട് അങ്ങനെ ഹസ്ബൻഡിൻ്റെ കൊണ്ട് ഓന് ബാർത്തി തന്നാവാ ഓനുണ്ടെങ്കിൽ ഓൻ ബാർത്തി തരും ഉമ്മ ഇല്ലെങ്കിൽ ഉമ്മല്ലേ ചോറെല്ലാം ബാർക്കുന്ന എപ്പോഴും ഉമ്മ തന്നെ ഇന്ന് വലിയൊരു അപകടം കുറഞ്ഞ് കിട്ടിയെന്ന് പറയാം ഓനുണ്ടെ കൊണ്ട് ഓന് ബാർത്തി തന്നു അല്ലെങ്കിൽ ഞാൻ ബാർക്കിട്ടി ഓറുണ്ടെങ്കിൽ അങ്ങ് ഓറ് വേറെ ഇതാക്കുമ്പോൾ ഞാൻ അത്ര ഇതാക്കുന്നില്ല അങ്ങ് ഓറങ്ങാനൊക്കെ അങ്ങും വേറെ പേടിയാണ് പിന്നെ ഞാൻ കല്ലിന് ഓഫാക്കിയാവും അത് നല്ല അരിഞ്ഞിട്ടും കിട്ടി പിന്നെ ഇത് ഞാൻ തേങ്ങ ഇതിപ്പോൾ ചരിച്ചത് ബീട്രൂട്ട് കാണാം അപ്പോൾ ബീട്രൂട്ട് കുക്കറിൽ വെക്കല്ല അതോടെ വിസിലാവും അതൊക്കെ ആകുമ്പോൾ എന്തേ കറിയും തിളപ്പിക്കാം പിന്നെ ഫിഷ് ഫ്രൈയും റെഡി ആയിക്കൊണ്ട് അതിനിടയിൽ ഇതെല്ലാം നടക്കണം പണി ബാക്കി ഉണ്ടാവാം പണി കഴിഞ്ഞിട്ടൊന്നും വിചാരിച്ച് ഒരു ഫുഡ് കഴിച്ചിട്ട് പോട്ടെ അതിനിടയിൽ ഈ കിച്ചന് പണി ഒരു സെറ്റാവാം അല്ലെങ്കിൽ 2 നമ്മൾ തലയിൽ മൈൻഡിൽ 2 സൈഡാകുമ്പോൾ അത് ശരിയാവുന്നില്ല അപ്പോൾ ഒരു ഫുഡും കഴിച്ച് കറക്റ്റ് 12 മണിക്ക് ഒരു 2 ആളും പോയാരി അപ്പോൾ പരല എല്ലാവരും പോയി ഞാൻ തനിച്ചായി അപ്പോൾ എനിക്ക് എന്താ അറിഞ്ഞിട്ടാ ഒറ്റക്ക് ഒരു ഫീൽ വന്നിട്ടില്ല എന്താ അറിയില്ല പിന്നെ അപ്പുറത്തെ എല്ലാവരും ഉണ്ട് പിന്നെ അപ്പുറത്തെ പോരൻ്റെ പണി നടന്നോണ്ട് ഇപ്പോഴും പോരൻ്റെ പണി നടന്നോണ്ടുണ്ടാടാ അത്ര അറിഞ്ഞിട്ട് അല്ല ഞങ്ങൾക്ക് ഒറ്റക്കാകുമ്പോൾ എന്തൊരു പേടി ഞാൻ 2 ഡോർ അടിച്ചിട്ട് മിണ്ടാതിരിക്കും ആര് വെള്ളടിച്ചും തുറക്കേയില്ല ഇപ്പം കുറേ മാറി ഇപ്പം നമ്മൾ വലുതായല്ലേ ആ സാഹചര്യം വരുമ്പോൾ നമ്മൾ മാറും എപ്പോഴത്തെ പോലെ ചെറിയ കുഞ്ഞൊന്നല്ലേ മുന്നേ ഞങ്ങൾക്ക് ക്ലോക്കിൻ്റെ ആരില്ല അങ്ങ് ക്ലോക്കിൻ്റെ സൗണ്ടെല്ലാം പെട്ടെന്നല്ല കേൾക്കുന്നത് ടിക് 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 എന്തൊരു പേടി അപ്പം നമ്മൾ ഫിലിം നോക്കിക്കൊണ്ടല്ല പ്രേതത്തിനല്ലോ ഇപ്പം ഞാൻ ഫിലിം നോക്കാതെ കുറേ ആയി അപ്പം ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ ഫിലിമിന് ഓർമ്മ വരുന്നത് അപ്പോൾ പ്രേതമല്ല കാണുന്ന പോലെയല്ല തോന്നും എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ അല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴേ ഞങ്ങൾക്ക് എന്നെ AC കാണും നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ കമൻറ്റിലൂടെ എന്തെങ്കിലും ഓർമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണ്ടത്തെ ചെറിയ കുട്ടിക്കാലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ അപ്പോൾ ക്ലോക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു ഭീകര സൗണ്ട് പോലെ ഉണ്ടാകും ഭയങ്കര പേടിയായി അപ്പം തിരിച്ചുണ്ടായി അപ്പോൾ ഇത്ര പെട്ടെന്ന് അതിക്ക് ബന്ധിനാൻ മതിയാട്ടീൻ ഒറ്റക്കാക്കിയിട്ട് പോവാറില്ല ചിലപ്പോൾ ഒറ്റക്കാക്കി പോയെങ്കിൽ അങ്ങനെ വിചാരിച്ചോണ്ടായി ക്ലോക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരിക്കൽ ബന്ധിനാൻ മതിയാട്ടി പക്ഷേ ഇപ്പോൾ ആ കാലമൊക്കെ മാറിയല്ലേ ഫുള്ള് ചേഞ്ച് ആയല്ലേ അപ്പോൾ പേടിച്ച കുട്ടി ഇപ്പോൾ ഒറ്റയ്ക്ക് ആരും ഇല്ലാത്ത സമയത്ത് ഫുള്ള് വീട് മൊത്തം ക്ലീൻ ആക്കുന്നുണ്ട് നമ്മൾ വലുതാകുമ്പോൾ നമ്മളെ പേടിയും പോകുന്നുണ്ടല്ലേ ഞാൻ കബോർഡിന് വീട്ടെല്ലാം ട്രോഫിയെല്ലാം വെച്ചിട്ടുണ്ട് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തോർത്തിക്കോണ്ടുണ്ട് ഇതൊരു പണിയോ ഇടയിലെല്ലാം ഫുള്ള് ധൂള് പിടിച്ചിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വൃത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കുറേ ആയി വൃത്തിയാക്കുന്നതിൽ ഇങ്ങനെ ബാക്കിയായിട്ടുണ്ടത് പിള്ളേർ ഞാൻ നേരെ വെക്കുന്നത് എന്നിട്ട് പിള്ളേർ ഞങ്ങൾ തേടിയിട്ട് അത് അപ്പുറം ഇപ്പുറമാക്കിയിട്ട് വെക്കുന്നത് അപ്പോൾ എല്ലാം അങ്ങനെയായിട്ടുണ്ട് പിള്ളേരുണ്ട് അപ്പോൾ എല്ലാം അങ്ങനെയല്ലേ ചിലത്തിക്കാരില്ലല്ലേ നമ്മൾ വെക്കുന്ന ഓർ വന്നിട്ട് തിരിച്ചിട്ട് വെക്കുന്നു ഓരോരിക്കലേ ഓരെന്നെ മനസ്സിലായി ഓരെന്നെ ക്ലിയർ ആക്കുന്നതാവാം ബെഡ്ഷീറ്റെല്ലാം ചിലപ്പോൾ ഓളെന്നെ വൃത്തിയാക്കി വെക്കും ജജ്ജു
അപ്പം നല്ല സന്തോഷമാണ് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോൾ നമ്മൾ ചെല്ലാതെ തന്നെ വെക്കുമ്പോൾ നല്ല ഹാപ്പിയാണ്. ഒരിക്കൽ അങ്ങനെ ഒരു ഇതാ ബടുക്കാക്കിയിട്ട് വെക്കുന്നില്ല, ഇങ്ങനെയുള്ള കബോർഡെല്ലാം കയറിയിട്ട് എന്തെങ്കിലും എടുക്കാതിരിക്കല്ല ഇടയിൽ വെച്ചാൽ. അപ്പോൾ ഇത് അപ്പുറം ഇപ്പുറം ഞാൻ ഈ ബെഡ് കയറിപ്പിച്ചിട്ടാണ് ശീലിപ്പിച്ചിട്ട് ഓരോരോ പിള്ളേർ കാണുന്ന ബെഡിൽ തുള്ളുന്നത്. ചിലപ്പോൾ ഇങ്ങനെ കയറുന്നു, പിള്ളേരല്ല ചെലറ്റിക്കാരില്ല, ചിലപ്പോൾ കയറും. അപ്പളം ചെന്ന് താഴേക്ക് കീഴാഴേക്ക് അപ്പളേക്ക് ഇന്ന് ഓവറാക്കുന്നില്ല. ഓരോരോ പിള്ളേരൊക്കെ കാണുന്നു എനിക്ക് ബെഡിൽ ഒരു തുള്ളെളിവ്. എനിക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ പിള്ളേരെ. എൻ്റെ പിള്ളേർ കയറുള്ളതല്ല കയറും ഓവറാക്കുക, തുള്ളിക്കൊണ്ടിരിക്കുക ബെഡിൽ. ഇപ്പോൾ ട്രോഫിയെല്ലാം നേരെ വെച്ച് അത് തോർത്തി അപ്പക്കപ്പ വെച്ചെങ്കിൽ നല്ലതല്ല. പിന്നെ കബോർഡെല്ലാം ഫുള്ള് ഗ്ലാസ് എല്ലാം തോർത്തി. പിന്നെ നെക്സ്റ്റ് എന്ത് പരിപാടി, ഈ ബെഡ് എടുക്കാൻ ഫുള്ള് എടുത്ത് അതിനിടയിൽ കുറേ കടലാസും ഫുള്ള് കുറേ ധൂള് പിടിച്ചിട്ടെല്ലാം ഉണ്ട്. അത് ഞാൻ കുറച്ച് നനച്ചിട്ട് ഫുള്ള് തോർത്തി. ഇത് എത്ര തോർത്തിങ്ങ് പോകുന്നില്ല, കുറേ ധൂള് പിടിച്ചിട്ടുണ്ട്. ധൂള് മീൻസ് പറഞ്ഞല്ലേ പൊടി. അങ്ങനെ ജസ്റ്റ് നനച്ച തുണിയിൽ ഫുള്ള് തോർത്തി ജസ്റ്റ് നനത്തി. മഴയല്ലേ അങ്ങനെ നല്ല അമർത്തിട്ട് കുറേ വെള്ളത്തിൽ തോർത്താൽ ശരിയാവില്ല. എന്താ വെച്ചാൽ മഴയല്ലേ ഫുള്ള് ഉണങ്ങിയിട്ട് കിട്ടണമല്ലേ. നമുക്ക് പുറത്ത് നല്ല കാറ്റും വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു എന്താ ചെല്ലണം. പുറത്ത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ മഴ ഡ്രസ്സ് പേടിയാവുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ല കാറ്റ് വരുന്നുണ്ട്. പെട്ടെന്ന് വെയിൽ വരുന്നു, പെട്ടെന്ന് മഴ. ഞാൻ വെയിൽ കണ്ടിട്ട് പണി തുടങ്ങി. നല്ല വെയിലല്ലേ ക്ലീൻ ആക്കാം അങ്ങനെ ഉദ്ദേശിച്ചു. എന്നിട്ട് പെട്ടെന്ന് വെയിലും പെട്ടെന്ന് കാറ്റും എല്ലാം വരുന്നത്. അപ്പോൾ ബെഡ്റൂമെല്ലാം ഒക്കെ സെറ്റായിക്കൊണ്ട് വരുന്നുണ്ടാവും. പിന്നെ എല്ലാം ഫുള്ള് സെറ്റായി. എന്തൊരു സമാധാനം ബെഡ്റൂം കാണുമ്പോൾ. ഇപ്പോൾ ഇനി നെക്സ്റ്റ് ഫുള്ള് പണിയെല്ലാം കറിയും ഫുഡെല്ലാം കഴിഞ്ഞല്ലോ. ഇനി ലാസ്റ്റ് തോർത്താൻ വന്നു. അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റല്ല തോർത്തുന്നത്, അപ്പം തിന്നിട്ടായിട്ട് തോർത്താളുണ്ട്. ഇന്ന് ഫുള്ള് ചേഞ്ചായി, എല്ലാം കുറേ ലേറ്റായി. ലാസ്റ്റ് തോർത്താൻ വിചാരിച്ചു. പിന്നെ ഞാൻ ചോറ് വയ്ക്കാനുള്ള മൂടിയില്ല. എന്തെന്തോ ആരില്ലാത്ത കൊണ്ടെന്തോ ചോറ് വയ്ക്കാനൊരു മൂടിയില്ല. ഇപ്പോൾ കുറേ നായി ഫുഡ് മാരെന്ത് തിന്നുന്നില്ല, എന്ത് വേണ്ട എൻ്റെ തലയിൽ ഇങ്ങനെ ഫുള്ള് വീട് ഒത്തരാക്കിയിട്ട് വെക്കാം. ആ ചിന്തയിലായത് കൊണ്ടാണ് വേണ്ടെന്ന് തോന്നിയത്. പിന്നെ ജിലേബിയാണ് അതെടുത്തിട്ട് തിന്ന്. പെട്ടെന്ന് ഇങ്ങനെ മഴ വന്നവനാ പഞ്ഞോണ്ട് പോയ ഡ്രസ്സ് എടുക്കാൻ. പിന്നെ അപ്പളന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പളന്നെ വെയിലും വന്നു. ഞങ്ങളെ കളിപ്പിക്കുന്നുണ്ട് ആകാശം. എന്തെന്ന് ഇടയ്ക്ക് മഴ വരുന്നുണ്ട്, ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട്. ഇതിന്നെ പണി, കാല് മൊത്തം പോയി. പിന്നെ മൊത്തം പണിയെല്ലാം കഴിഞ്ഞിട്ട് മിണ്ടാതെ ഫോൺ നോക്കിക്കൊണ്ടുണ്ടായി. അപ്പോഴേക്ക് ഫോൺ ബെല്ലടിച്ചു. ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ ജസീർ ചെല്ലി നമുക്ക് പുറത്തേക്ക് പോയിട്ട് വരാമല്ലോ. അപ്പോൾ ഞാൻ ചെല്ലി റെഡി പോവാം. പോരെന്ന് പുറത്തേക്ക് പോകുമ്പോൾ നല്ല വെയിലുണ്ടായി. പകുതിയാകുമ്പോൾ എന്തായി മഴ വന്നു. നമുക്ക് നല്ല രസമായിരുന്നു. മഴയിലും ബൈക്കിൽ പോകുന്നൊരു വൈബ് വേറെ തന്നെയല്ലേ. കുറേ ആഗ്രഹിക്കുന്നു മഴയത്ത് ഇങ്ങനെ ബൈക്കിൽ പോകണമല്ലോ. പിന്നെ ഫോണ് ചണ്ടി മീൻസ് നനയണ്ട, ഫോൺ ഉണ്ടല്ലോ, അത് നനഞ്ഞെങ്കിൽ പോയല്ലേ. എത്രാമത്തെ ഫോൺ ഇത് എൻ്റെ കയ്യിൽ. കുറേ ഫോൺ പൊട്ടിപ്പോയി. കുറേ നാളായി ബൈക്കിൽ പോവാതെ. നമ്മൾ 2 പേരായിട്ട് എല്ലാം പിള്ളേരൊക്കെ ഉണ്ടല്ലേ, പിള്ളേരുണ്ടെങ്കിൽ കാറിൽ പോകണമെന്നല്ല, എല്ലാം ഓട്ടയിൽ. ഇത് കുറേയായി. നല്ല രസമായിരുന്നു ആ സൺസെറ്റ് കാണുവാനും. പിന്നെ നല്ല ചൂട് ചായയും അവക്കാഡോ ജ്യൂസ്. ഇന്നത്തെ കുഞ്ഞു വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ, ടാറ്റാ.